ബാംഗ്ലൂർ. ഈ സ്റ്റോറി നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. നമുക്കൊരു 1 ഇയർ പിന്നിലേക്ക് പോകാം. കറക്റ്റായിട്ട് പറഞ്ഞാൽ നവംബർ 2022. മാസങ്ങൾ നീണ്ടുനിന്ന പ്ലാനിങ്ങിന് ശേഷം ഫൈനലി കുറച്ച് ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കഥയിലെ താരങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് കേട്ടോ. കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പലരും പല വഴിക്കായി. ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ചായി. ഇടയ്ക്കൊക്കെയുള്ള ഫോൺ കോൾസ്, മെസ്സേജസ്, ആരുടെയെങ്കിലും കല്യാണം വരുമ്പോഴുള്ള ഒത്തുകൂടൽ, ഇതൊക്കെയായിരുന്നു പിന്നീടുള്ള സന്തോഷം. കോവിഡ് വന്നതോടെ അതും പറ്റാതായി. പിന്നീട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പലരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു. ഒന്ന് മാത്രം അതുപോലെ ഉണ്ടായിരുന്നു, അവർ ഫ്രണ്ട്ഷിപ്പ്. ഡെയിലി ഫോൺ കോൾസ്, മെസ്സേജസ് ഒന്നുമില്ലെങ്കിലും നത്തിങ് ഹാസ് ചേഞ്ച്ഡ് എന്ന് പറയാം. അങ്ങനെ ചുറ്റിക്കറങ്ങി കുറച്ച് പേര് ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ 2022 ബാംഗ്ലൂരിൽ മീറ്റ് ചെയ്തു. ബട്ട് അന്ന് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ 6 പേരാണ് അന്ന് ബാംഗ്ലൂരിൽ ഒത്തുകൂടിയത്. വീണ്ടും കണ്ടുമുട്ടിയപ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീടുള്ള 2 ദിവസങ്ങൾ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മൊമെന്റ്സ് ആണ് നമുക്ക് തന്നത്. അവിടെ നിന്ന് ഫസ്റ്റ് ഡേ നമ്മൾ പോയത് കബൺ പാർക്കിലേക്കായിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എല്ലാവർക്കും ഒരുപാട് സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നീട് വിധാന സൗദ പോയി. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ കൈപ്പുണ്യം റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഈവനിങ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. അവിടെ തേരാപ്പാര നടന്നതിന് ശേഷം നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെ എത്തിയ സമയത്ത് എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഫുഡ് ഓരോന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലിക്വിഡ് നൈട്രജൻ ഐസ്ക്രീം പ്രിപ്പറേഷൻ ആണ്. പുക വരുന്ന ഐസ്ക്രീം അല്ലേ, അത് തന്നെ. ആദ്യനാക്കി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത്. ഇതുണ്ടാക്കുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുകയൊക്കെ ആഡ് ചെയ്തു, ടേസ്റ്റ് ചെയ്തു. ഓക്കെ എന്ന് പറയാം. എനിക്കത് ടേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ക്യൂരിയോസിറ്റി ആ പുക ഇങ്ങനെ പറത്താനായിരുന്നു. അത് കഴിഞ്ഞ് ദേവ്പൂരി, പൊട്ടാറ്റോ ഫ്രൈസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫുഡ് സ്ട്രീറ്റിൽ. അതൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഡേ നല്ല അടിപൊളിയായിട്ട് എൻഡ് ചെയ്തു. ഡേ 2 കൂടുതൽ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. നന്ദി ഹിൽസ് പോകണം, സൺറൈസ് കാണണം, അത്രമാത്രം. ഞാനും ആദ്യം അകിയും രാവിലെ 4 മണിക്ക് തന്നെ യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു നന്ദി ഹിൽസിലേക്ക്. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആദിയുടെ കസിനും ഹസ്ബൻഡും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഇനി അവരും നമ്മുടെ കൂടെ ഈ യാത്രയിലുണ്ട്. ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഒരു 40-45 കിലോമീറ്റേഴ്സ് ദൂരെയാണുള്ളത്. അവരും വഴിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ആ ഒരു മൊമെന്റ്സൊക്കെ കടന്നു പോയെങ്കിലും ബട്ട് സ്റ്റിൽ എന്താ പറയുക, അതൊക്കെ അതുപോലെ മനസ്സിലുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മിസ്സിങ് ഫീലായിരുന്നു. അങ്ങനെ നന്ദി ഹിൽസിലെത്തി. സൺറൈസ് ജസ്റ്റ് മിസ്സായെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് ക്ലൗഡ് ബേർഡ് കണ്ടു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ സംസാരിച്ചും ഫോട്ടോസ് എടുത്തും നിന്നു. പിന്നെ താഴെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വാട്ട് നെക്സ്റ്റ് എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഇവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞത്. മുന്തിരിത്തോട്ടങ്ങൾ അന്വേഷിച്ച് അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെയാണ്. എന്തായാലും എത്തിപ്പെട്ട സ്ഥലം ഒരു രക്ഷയില്ല. മുന്തിരിത്തോട്ടങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ഒരുപാട് ഉൾഗ്രാമങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മുന്തിരിത്തോട്ടം കണ്ടെങ്കിലും സീസൺ അല്ലാത്തത് കൊണ്ട് മുന്തിരിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വഴി തെറ്റി എത്തിപ്പെട്ടതാണ് ഇവിടെ. അതിലൊക്കെ നടന്നതിന് ശേഷം നമ്മളിതാ ഇവിടെ വന്നിരുന്നു. ഈ ഒരു യാത്രയിൽ എല്ലാ മൊമെന്റ്സും നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ഈ ഒരു മൊമെന്റ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കോളേജ് ഡേയ്സ് ഒക്കെ തിരിച്ചു കിട്ടിയ ഒരു ഫീലായിരുന്നു. എല്ലാവരും ഈ ഒരു ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു. ഇനി എല്ലാ വർഷവും ഇതുപോലെ ബാംഗ്ലൂരിൽ ഒരു റീയൂണിയൻ വെക്കണമെന്ന് ഈ ഒരു യാത്രയിൽ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു വർഷം കടന്നുപോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് കഴിഞ്ഞു പോയ ഒരു വർഷമായിരുന്നു 2023. 2023 നവംബറിൽ നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലെത്തി.
ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഫ്രണ്ട് അതുല്യയുടെ ഹൗസ് വാമിംഗ് ആണ് ഇന്ന്. അവളുടെ പുതിയ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 2022 വരാൻ പറ്റാത്തവരും ഇത്തവണ വന്നിട്ടുണ്ട്. അഞ്ചിയുടെ അമ്മ, പിന്നെ അതുവിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ ആൻഡ് അതുവിൻ്റെ ഹസ്ബൻഡും മോളും. ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കൂടെ തന്നെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെയുണ്ട്. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതുവിൻ്റെ ബാംഗ്ലൂരിലെ വീട്. നല്ല അടിപൊളി വീടാണ്. ഹൗസ് വാമിംഗ് ഫംഗ്ഷനും ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അഗിയുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. ഫ്ലാറ്റിലെത്തി ഓരോ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡേ 1 സൂപ്പറായിട്ട് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഡേ 2 ഇന്ന് നമ്മൾ ലാൽബാഗിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ലാൽബാഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയനഗർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ലാൽബാഗിലേക്ക് പോകുന്നത്. ട്രെയിൻ വന്നു. നമ്മളിതാ കയറാനായിട്ട് പോവാണ്. ലാൽബാഗ് മെട്രോ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. മെട്രോ സ്റ്റേഷന് പുറത്ത് വന്നു. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ലാൽബാഗ് ഗാർഡനിൽ കയറുന്നതിന് മുൻപ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പുറത്ത് വന്നു. ഇപ്പോൾ ഇതാ ലാൽബാഗ് ഗാർഡൻ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് പ്ലാൻസ് ഒന്നുമില്ല. ഒരുമിച്ചിരുന്ന് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആണിത്. അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി സർപ്രൈസ് ഉണ്ടായിരുന്നു. 2022 നമ്മുടെ ട്രിപ്പിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് കൊടുത്തു. ഫോട്ടോസ് കൊടുത്തപ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ലാൽബാഗിൽ നിന്ന് പോവാണ്. കുറച്ച് പേര് ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ബസ് വരുന്നതിന് മുൻപ് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടേക്ക് എത്തണം. ഇവിടുത്തെ ഫേമസ് മേഘന ഫുഡ്സിലാണ് വന്നത്. ബിരിയാണി കഴിച്ചു. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പേര് ഇവിടെ നിന്ന് തന്നെ ഗുഡ് ബൈ പറഞ്ഞു നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും ആദിയുടെയും അഗിയുടെയും ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. ബാക്കിയുള്ളവരും പോവുകയാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കി ബൈ ബൈ പറയാണ് ഇവിടെ നിന്ന്.
തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ 2024 നവംബറിൽ നമ്മൾ വീണ്ടും വരും, ഒത്തുകൂടും എന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു. അന്ന് ദീപാവലി ആയിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും ടെറസിൽ വന്നു. ദീപാവലി സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നാളെ ഞാനും നാട്ടിലേക്ക് പോവും. പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടാണ് പോകുന്നത്. 2024ലും നമുക്കിങ്ങനെ ഒത്തുകൂടാൻ കഴിയട്ടെ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒരു ആൽബം പോലെ ഇവിടെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ അയച്ച് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.